ഞാൻ ഈ ചെറുപ്പക്കാരുടെയൊക്കെ ശക്തി അറിയുന്നത് അവർ ഒരു 50 പേരിങ്ങോട്ട് വന്നാൽ 72 സിറ്റികളിലെയും ഹെറിറ്റേജ് സൈറ്റുകൾ റിവൈവ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പ്രോജക്റ്റ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു വലിയ നിധി പോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇങ്ങോട്ട് പറഞ്ഞു സർ ലൈബ്രറി ഇങ്ങനെ ഇരുന്നാൽ ഞാൻ പറഞ്ഞു പോരാ. കുട്ടികൾക്ക് റീഡിങ് ക്യൂബിക്കിൾസ് അതവിടെ വന്ന് ഈ പുസ്തകം തന്നെ വായിക്കണമെന്നില്ല, അവർക്ക് ഇന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പോൾ ഇത് ചെയ്യാൻ വന്ന കുട്ടികൾ എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ ഇവിടുത്തെ താളിയോലുകളെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവർ ഈ പുസ്തകം കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ചു. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് ഞാൻ കരുതുന്ന ഒരിടത്താണ് ഞാൻ കരുതുന്നു. തിരുവനന്തപുരത്തെ നമ്മുടെയൊക്കെ തലമുറയിലും അല്ലെങ്കിൽ അടുത്ത തലമുറകളിലും ഒക്കെ ഉള്ള ആളുകൾ കയറി ഇറങ്ങിയ ഒരു സ്ഥലം ശ്രീ ചിത്ര തിരുനാൾ ഗ്രന്ഥശാല. വഞ്ചിയൂരുള്ള ഈ ഗ്രന്ഥശാലയിലാണ് നമ്മൾ ശ്രീ അച്യുത് ശങ്കറും ഞാനും നിൽക്കുന്നത്. വലിയ ഒരു സന്തോഷമുള്ള വാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ന് വെച്ചാൽ ഈ വായനശാലയെക്കുറിച്ച് കേൾക്കുമ്പോഴും ഇവിടെ വരുമ്പോഴും ഒക്കെ വല്ലാത്തൊരു നൊമ്പരം ഉണ്ടായിരുന്നു മനസ്സിൽ. ഞാൻ എൻ്റെ 2 പ്രധാനപ്പെട്ട വർക്കുകൾ കെ ബാലകൃഷ്ണനെ കുറിച്ചുള്ള എൻ്റെ ഡെസർട്ടേഷനും ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന മാധ്യമരംഗത്തെ സ്ത്രീകളുടെ ചരിത്രം എന്നുള്ള പുസ്തകത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് മണിക്കൂറുകൾ ഇവിടെ ചിലവഴിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പുസ്തകങ്ങളുടെ അവസ്ഥ, അവ സൂക്ഷിച്ചിരിക്കുന്ന രീതി, മൊത്തത്തിലുള്ള ഈ ലൈബ്രറി, അപ്പം ഞാൻ വിചാരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു വലിയ നിധി പോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്നും ചെയ്യാതെ അത് ഇങ്ങനെ ലാമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഡോക്ടർ അച്യുത് ശങ്കർ ഇവിടെ വരികയും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വലിയൊരു പ്രോജക്റ്റായിട്ട് അത് അടുത്ത തലമുറയെ കൊണ്ട് തന്നെ ഏറ്റെടുത്ത് നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ വായിച്ചത്. അത് വളരെ സന്തോഷം തന്നതാണ്. അതിനാദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. എൻ്റെ തലമുറയുടേതും വരും തലമുറയുടെയും. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യമല്ല. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്? വഞ്ചൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ നാടാണ്. ഞാൻ വഞ്ചൂരിൻ്റെ ദേശചരിത്രം എഴുതിയുണ്ടായിട്ടുണ്ട്, വഞ്ചൂർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞ്. ആ പുസ്തകം എഴുതിയ സമയത്ത് ഗ്രന്ഥശാലയെക്കുറിച്ച് വളരെ ഗഹനമായൊരു ചെറിയ പഠനം നടത്താനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. പക്ഷേ അതിന് മുമ്പ് തന്നെ ഗ്രന്ഥശാലയുമായിട്ട് നമുക്കൊരു ആത്മബന്ധമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വല്യമ്മ കയ്യാലം എന്ന് പറഞ്ഞ വീട്ടിൽ പാറക്കുട്ടിയമ്മ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് കോളേജ് വിദ്യാഭ്യാസമൊന്നും ഉള്ള ആളല്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വളരെ പ്രൗഢിയോടെ പറഞ്ഞു കേട്ടത് അവർ ഈ ഗ്രന്ഥശാലയിലെ എല്ലാ പുസ്തകവും വായിച്ചിട്ടുണ്ട്. ഏത് വർഷങ്ങളൊക്കെ? 1940s ആണെന്ന് വെച്ചോണം. എൻ്റെ അമ്മൂമ്മയുടെ അമ്മ. പിന്നീട് ഞാൻ ഇതിൻ്റെ മെമ്പറായി. 1978 ഇവിടെ മെമ്പറാകുന്നത്. പിന്നെ ഇടയ്ക്ക് മുറയ്ക്കുമായിട്ട് മെമ്പറായിട്ടിരുന്നു. ഇപ്പം ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പുസ്തകങ്ങളിലേക്ക് കൂടുതൽ സമയം കണ്ടെത്താനുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തിരിച്ച് അംഗമായി. പക്ഷേ അംഗമായപ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പുസ്തകം എടുക്കാൻ പറഞ്ഞാൽ അത് എടുത്തു തരാൻ ഒക്കുന്ന സംവിധാനത്തിലല്ല. ശരിക്കും ആ വാക്കുപയോഗിക്കാൻ പാടില്ലെങ്കിലും പുസ്തകങ്ങളുടെ ഒരു മോർച്ചറി ആയിട്ട് ഇത് മാറിയെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിലെന്ത് സഹായം ചെയ്യാനൊക്കും എന്ന് ഞാൻ പരിശോധിക്കുകയും അതിനിടയ്ക്ക് എന്നെ ഒരു പ്രഭാഷണത്തിന് വിളിച്ചപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അവർ വേണ്ട പിന്തുണ തന്നു, സ്വാതന്ത്ര്യം തന്നു. ലൈബ്രറി ഞാൻ ഇവിടെ വന്നപ്പം ഒരു കംപ്ലീറ്റ് ഒരു ഇതായിരുന്നു. അപ്പോൾ മൈസെൽഫ് എനിക്ക് തന്നെ എന്ത് ചെയ്യണം ബിക്കോസ് ഇത്രയും ട്രസ്റ്റ് ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. രാമേന്ദ്ര സാറുണ്ട് ചീഫ് സെക്രട്ടറി എന്ന, ശശിഭൂഷൺ സാറുണ്ട്, ഗുപ്തൻ നായർ സാറിൻ്റെ മകൻ, പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ഡെയിലി ഇവിടെ വരും. അതൊക്കെ വന്ന് അപ്പം എന്ത് ചെയ്യുന്നു, ഒരു ദിവസം അച്യുത് ശങ്കറിനെ കണ്ടു. അത് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ്. എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു സർ ലൈബ്രറി ഇങ്ങനെ ഇരുന്നാൽ ഞാൻ പറഞ്ഞു പോരാ. അപ്പോൾ യങ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. അവർ വളരെ താല്പര്യത്തോടു കൂടി ഇത് കടന്നു വരികയും അവർ NCC ഇതുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്തു. യങ് ഇന്ത്യൻസ് ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു നാഷണൽ ഓർഗനൈസേഷനാണ്. ഏകദേശം 8500 മെമ്പേഴ്സോളം യങ് ഇന്ത്യൻസിൽ 72 സിറ്റികളിലായിട്ട് ഉണ്ട്. ഈ വർഷത്തെ ഞങ്ങളുടെ ഒരു നാഷണൽ പ്രോഗ്രാമിലുള്ള ഒരു പ്രോഗ്രാമാണ് റിവൈവിങ് ദ റൂട്ട്സ്. അതായത് അതാത് സിറ്റികളിലെ ഈ 72 സിറ്റികളിലെയും ഹെറിറ്റേജ് സൈറ്റുകൾ റിവൈവ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് ആക്ച്വലി ഞങ്ങളുടെ ക്ലൈമറ്റ് ചേഞ്ച് വെർട്ടിക്കലിൻ്റെ അണ്ടറിലാണ് വരുന്നത്. കാര്യം ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ അതിൻ്റെ ഒരു പുതിയ പ്രോജക്റ്റ് വേണ്ടി വന്നാൽ അതിനുണ്ടാകുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുകളൊക്കെ കുറയ്ക്കുകയും അതേപോലെ തന്നെ ഹെറിറ്റേജ് സൈറ്റുകൾ റിവൈവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിരിക്കുന്ന ഒരു നാഷണൽ മൂവ്മെൻറ്റാണ്, യങ് ഇന്ത്യൻസിൻ്റെ ഒരു നാഷണൽ മൂവ്മെൻറ്റാണ് റിവൈവിങ് ദ റൂട്ട്സ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പം ഈ ഒരു പ്രോഗ്രാം ഞങ്ങളുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു ആൾ എന്ന നിലയിൽ അച്യുത് ശങ്കർ സാറുമായിട്ട്
ഞങ്ങൾ സംസാരിക്കുകയും സാറ് ഞങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് റെഫർ ചെയ്യുകയും ചെയ്തു, ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞങ്ങളിവിടെ വന്നു, ഇത് കണ്ടപ്പോൾ ട്രിവാൻഡ്രത്ത് ഇന്ന് ചെയ്യേണ്ട ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് റിവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഈ ഒരു ഹെറിറ്റേജ് ലൈബ്രറി തന്നെയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കിതിനെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇന്നിപ്പോൾ ഏകദേശം 7ാമത്തെ ഫേസാണ് ഇതിൻ്റെ നടക്കുന്നത്. ഞങ്ങളിതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തത് ട്രിവാൻഡ്രത്തെ NCC സ്റ്റുഡൻസാണ്. ഞങ്ങൾ സ്റ്റുഡൻസുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. കാരണം ഞങ്ങളുടെ ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസുമാണ്. അപ്പോൾ അതിലെ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായ NCC ട്രിവാൻഡ്രം യൂണിറ്റിൻ്റെ അണ്ടറിലുള്ള പല ബറ്റാലിയനിൽ നിന്നുള്ള കുട്ടികളാണ് പല ദിവസങ്ങളിലായിട്ട് ഇവിടെ വന്ന് ഈ ഒരു വലിയൊരു പ്രോജക്റ്റിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ ചെറുപ്പക്കാരുടെയൊക്കെ ശക്തി അറിയുന്നത്, അവർ ഒരു 50 പേര് ഇങ്ങോട്ട് വന്നാൽ ഈ പുസ്തകങ്ങളെ എന്തൊക്കെ നമ്മൾ ആവശ്യങ്ങളുണ്ടെന്നുള്ളത് എത്ര പെട്ടെന്ന് ചെയ്തു പോകുന്നു. നമ്മൾ എന്തുമാത്രം ഊർജ്ജം നമ്മുടെ ഇടയിലുണ്ട്, അതിനെ നമുക്ക് തിരിച്ചു വിട്ടാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അവർ വന്നു, NCC വന്നു. അപ്പോൾ അത് ഏത് പ്രായക്കാരായ കുട്ടികൾ? നമ്മൾ ജെൻസി എന്ന് പറയുന്ന കുട്ടികൾ തന്നെയാണ്. അതിൽ കുറച്ച് കോളേജ് കുട്ടികളുണ്ട്, പക്ഷെ കൂടുതലും ജെൻസിന്നോ ജെൻ ആൽഫയെന്നോ പറയാം, സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ അവർ വന്ന് വളരെ ഊർജ്ജസ്വലമായിട്ട്, ചിലപ്പോൾ പുസ്തകങ്ങൾ കണ്ടിട്ടും തൊട്ടിട്ടും ഒന്നും ഉണ്ടാകുന്ന ജനറേഷൻ അല്ലായിരിക്കും. അത് ബീന പറഞ്ഞു തന്നെ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് സംഭവിച്ചത്. ഈ ലൈബ്രറിക്ക് ഒരു വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ആ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ 100 കണക്കിന് ചെറുപ്പക്കാർ ഇവിടുത്തെ എല്ലാ പുസ്തകങ്ങളെയും തൊടുകയും അത് തുറക്കുകയും അതിൻ്റെ പേജ് എടുത്ത് നോക്കുകയും ചെയ്യുക. അപ്പോൾ ആ പുസ്തകങ്ങൾക്കൊരു മനുഷ്യ സ്പർശം എല്ലാ പുസ്തകങ്ങൾക്കും, ഒന്നിനല്ല, ലൈബ്രറിയിലെ ഇപ്പം മുഴുവൻ നമ്മൾ കാറ്റലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ പുസ്തകങ്ങളെയും ചെറുപ്പക്കാർ തൊട്ടു. അതോടൊരു ശാപമോഷം പോലെ ഈ ലൈബ്രറി കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. അതെ അതെ, ഈ പുസ്തകങ്ങളൊക്കെ ആരും തൊടാതെ കുറേ നൂറ്റാണ്ട് ഫലങ്ങളായിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. അതെ, എനിക്ക് തോന്നുന്നത് മനുഷ്യരെ പോലെ തന്നെ, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ട് സ്പർശിച്ചില്ലെങ്കിൽ മനുഷ്യ ബന്ധം നശിച്ചു പോകുമെന്ന് പറഞ്ഞ പോലെ പുസ്തകങ്ങൾ എപ്പോഴും സ്പർശിക്കപ്പെടുകയും മറിച്ച് നോക്കപ്പെടുകയും അവയെ ആൾക്കാർ ആഗ്രഹിക്കുകയും അത് വായിച്ച് ഒരു വളരെ ആവേശം കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമേ പുസ്തകത്തിന് ജീവനുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രവർത്തനം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്? ഞങ്ങൾ എല്ലാ പുസ്തകത്തിനെയും ഇവിടുത്തെ മുഴുവൻ ലൈബ്രറി ആദ്യം നമ്മൾ പിന്നെ ഷെൽഫിന് നമ്പർ ഇട്ടു. ഓക്കെ, ഇപ്പോൾ S1 to S60 ആണ് ഈ മുറിക്കകത്തിരിക്കുന്ന നമ്പേഴ്സ്. അതിൽ ഓരോ റോയ്ക്കും നമ്മൾ പേരിട്ടിട്ടുണ്ട്, R1, R2, R3, R4. നമ്മളിപ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു തട്ടിലെ പുസ്തകങ്ങൾ അവരെടുത്തുകൊണ്ട് പോയിട്ട് അവർക്കൊരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവർ ഈ പുസ്തകത്തിൻ്റെ എക്സ്ട്രഷൻ നമ്പർ, പേര്, ടൈറ്റിൽ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ എഴുതിയെടുക്കും. അതിലൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ചെയ്യുന്നു. ആ ലിസ്റ്റ് നമ്മൾ AI ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത് എക്സൽ ഷീറ്റ് ആക്കും. പഴയ പോലെ ടൈപ്പ് ചെയ്യൊന്നും വേണ്ട. അതിനെ ഒന്നും കൂടെ ഒന്ന് പരിശോധിച്ച് കറക്ഷൻ വരുത്തി കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു വലിയ എക്സൽ ഷീറ്റിലോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് കോഹോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആദ്യ പടിയായെന്നുള്ളതാണ്. ഈ എക്സൽ ഷീറ്റ് തന്നെ വെച്ചിരുന്നാലും നമുക്കിപ്പോൾ ഒരാൾ വന്നൊരു പുസ്തകം ചോദിക്കുന്നു, ബീന വന്നൊരു മാധ്യമങ്ങളെക്കുറിച്ചിട്ട് ഒരു കീവേഡ് തരുന്നു, അത് ഈ എക്സൽ ഷീറ്റിൽ തന്നെ സെർച്ച് ചെയ്താൽ ആ പുസ്തകം ഏത് അലമാരിയിൽ ഏത് റോയിൽ ഇരിക്കുന്നു. അപ്പോൾ ഇപ്പം ഇത് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത്? അല്ല, ഇതിനകത്ത് ഇപ്പൊ യാത്രാ വിവരണവും മാധ്യമ പുസ്തകവും നോവലും കുഴഞ്ഞു മറിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ പിന്നെ ഓർഗനൈസ് ഇത് ഓർഗനൈസ് ചെയ്തില്ല. പക്ഷേ ലൈബ്രറി സയൻസ് പഠിച്ചവർ അതിന് നമുക്ക് ലൈബ്രറി സയൻസ് പഠിച്ച ആൾക്കാരുടെ സഹായം ഓൾറെഡി തന്നെ അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ പക്ഷെ 1ാം ഘട്ടമായിട്ട് ഒരു പുസ്തകം തിരഞ്ഞാൽ ഇന്ന റോയിൽ ഇരിക്കുന്നു എന്ന് പറയാൻ ഒക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ. ഇപ്പൊ എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇതിപ്പോ ഏകദേശം 10 ദിവസം കഴിഞ്ഞു. ഓരോ ദിവസവും ഏകദേശം 50 NCC കേഡറ്റ്സ് വന്ന് ഈ മുഴുവൻ പുസ്തകങ്ങളും എടുത്ത് കാറ്റലോഗ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തോടു കൂടി ഏകദേശം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിൻ്റെ 90% കഴിയും. പിന്നെ നമുക്ക് 2 ദിവസം കൊണ്ട് ബാക്കിയും കൂടെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ലൈബ്രറി ഈ നില ശരിക്കും പറഞ്ഞാൽ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. അതിലാകെ കാര്യം നമുക്ക് ആ പുസ്തകം ഉടനെ പോയി നേരെ എടുക്കുക എന്നുള്ളതല്ല, ഒരു റോയിൽ ഇരിപ്പുണ്ട്, ഇന്ന ഷെൽഫിൽ ഇന്ന റോയിലുണ്ടെന്ന് പറയുക, അത് തന്നെ വലിയ നേട്ടമാണ്. ഇപ്പം നമ്മൾ ഒരു 1000 ഷെൽഫ് ഇരിക്കുന്ന സ്ഥലത്ത് പോയി അതിലെല്ലാം പരതാനൊക്കെ ഇല്ലല്ലോ. അതിന് പകരം നമുക്ക് കൃത്യമായ വിവരം തരികയാണ്, S41 റോ 2 നിങ്ങൾ ആവശ്യപ്പെടുന്ന ബുക്ക് ഇരിക്കുന്നത്. അത്രയുമേ ആദ്യം നമുക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് കാറ്റലോഗ് റീഓർഗനൈസേഷൻ. ഇനി ആധുനിക കാലഘട്ടത്തിൽ പുസ്തകം അടുക്കി വെക്കണമെന്നില്ല, ആ പുസ്തകത്തിനെ കുറിച്ചുള്ള വിവരം അടുക്കി വെച്ചാൽ മതി. അപ്പൊ അതും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, ഉണ്ട്. അപ്പൊ അതിലും നമ്മളൊരു പദ്ധതി ഇപ്പൊ ഇതിനടുത്ത ഘട്ടമായിട്ട് വെച്ചു. ഇപ്പൊ നമ്മളിപ്പോ കുട്ടികൾ ഇവിടുന്ന് ഉണ്ടോന്ന് പറഞ്ഞാലും വേറൊരാൾ വന്ന് ഇത് മാറ്റിക്കഴിഞ്ഞാൽ മൊത്തം അപ്പൊ അത് ഇവിടുത്തെ ലൈബ്രറിയൻസ് അത് കൃത്യമായിട്ട് വെക്കണം. പിന്നെ വേറൊന്നും ഇപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ റീബൈൻഡ് ചെയ്യേണ്ട
കാലമായിരിക്കുന്നു. അപ്പോൾ അതിന് നമ്മളൊരു എളുപ്പ വഴി കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതിൽ ചെറിയ പുസ്തകങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ബൈൻഡ് വിത്ത് ഓട്ടോമാറ്റിക് പേസ്റ്റ് അത് കൊണ്ടുവന്ന് അതിന് മുകളിൽ ഇങ്ങനെ ഘടിപ്പിച്ചാൽ, എന്നിട്ട് നീളം വ്യത്യാസം ഉണ്ടെങ്കിൽ കത്രിക വെച്ച് മുറിച്ച് കളയുക. അതിന് ഒരു ശ്രമദാനം NCC കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഒരു 80% പുസ്തകങ്ങൾ അങ്ങനെ റീബൈൻഡ് ചെയ്യപ്പെടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ്. അതും ഭയങ്കര നല്ലതാണ്. പുസ്തകങ്ങളും എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ അതിനൊരു ഇത് വരുമല്ലോ. അത് വേണമല്ലോ. ഞാൻ ചോദിക്കണേ, ഈ ജെൻസിക്ക് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഒരു പുസ്തക ശേഖരമല്ല, അവർക്ക് എല്ലാ സ്ഥലവും സെലിബ്രേഷൻ്റെ സ്ഥലമാണ്, എല്ലാ സ്ഥലവും സൗന്ദര്യത്തിൻ്റെ സ്ഥലമായിരിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും? നമ്മൾ കരുതുന്നത് ഇതിൻ്റെ ഒരു യുണീക്ക് വാല്യൂസ് ഒരു ആൻറ്റീക്ക് ഫിനിഷാണ്. ഇപ്പോൾ ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമായ ഈട്ടിത്തടിയിലുള്ള ഫർണിച്ചറുകളാണ്. അത് നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഫർണിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ ചില്ലുകളും ഒക്കെ വെച്ചിട്ടിരുന്ന് ഇതിന് പ്രത്യേക ഭംഗിയുണ്ട്, ലൈറ്റിങ്. അപ്പോൾ ഇവിടെ വളരെ ഒരു ആൻറ്റീക്ക് ലൈറ്റിങ്ങും കൊടുത്തിട്ട് കുട്ടികൾക്ക് റീഡിങ് ക്യൂബിക്കിൾസ്, അതവിടെ വന്ന് ഈ പുസ്തകം തന്നെ വായിക്കണമെന്നില്ല, അവർക്ക് ഇന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യം കൊടുക്കണം. അവിടെ അവർക്ക് ചായ കുടിക്കാൻ നോക്കണം, അവർക്ക് സെൽഫി, ഞാൻ കരുതുന്ന സെൽഫി സ്പോട്ടായിട്ട് മാറണം. അങ്ങനെയുള്ളൊരു സ്ഥലം നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ചെറുപ്പക്കാർ തന്നെ വരണം, പണ്ഡിതർ വന്നാൽ പോരാ. കാരണം നമ്മുടെ ഈ ഗ്രന്ഥശാലകളുടെ ഭാവി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരുമായിട്ട് എത്ര കണക്ട്. ശരിക്കും ഇപ്പോൾ റെനോവേഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇതിന് ഒത്തിരി പൈസ ആവശ്യമല്ലേ? അതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് ലൈബ്രറി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ലൈബ്രറിയാണ്, അത് ഗവൺമെന്റുമായി ബന്ധമുണ്ടോ? ഇല്ല, ഗവൺമെന്റ് ഗ്രാൻഡ് വാങ്ങിക്കാത്ത ലൈബ്രറിയാണ്. ഓക്കെ. അതെനിക്ക് തോന്നുന്നു ചരിത്രപരമായ കാരണങ്ങളുണ്ട്. വായനശാല കേശവപിള്ള എന്ന് പറഞ്ഞതിൻ്റെ സ്ഥാപകൻ, അദ്ദേഹം ഇതിൻ്റെ പുറത്തൊരു വേറൊരു നിയന്ത്രണം വരാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് ഞാൻ പഴയ ഫയലുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലായത്. അല്ല, അപ്പോൾ ഈ ലൈബ്രറി തുടങ്ങിയതിനെ കുറിച്ചും കൂടെ ഒന്ന് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഏത് വർഷമാണ്? 1912 എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും 115 വർഷം കഴിഞ്ഞു. അദ്ദേഹം കൈതമുക്കിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അദ്ദേഹം വളരെ ചുരുക്കം കുറച്ച് പുസ്തകങ്ങളുമായിട്ട് കൈതമുക്കിലാണ് ഇത് തുടങ്ങിയത്. അദ്ദേഹം നടന്ന് ഒരുപാട് പേരുടെ അടുത്ത് നിന്ന് പുസ്തകങ്ങൾ വാങ്ങിക്കുകയും അതിന് അദ്ദേഹം തിരുവിതാംകൂർ വരെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ പുസ്തകം തുടങ്ങി. ഇത് ഈ ചിത്രയിരുന്നാൾ രാജാവ് ജനിച്ചതിൻ്റെ ഒരു സ്മാരകമായിട്ട് പണിതത് കൊണ്ട് ആ കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് സഹായം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അടുത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾ അത് തുറന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ജയന്തിക്കാണ് നാടകമൊക്കെ അരങ്ങേറി. നാടകത്തിന്റെ വലിയൊരു പാരമ്പര്യം. CA പരമേശ്വരമുള്ളതൊക്കെ ടി.എൻ. ഗോവിന്ദൻ നായരെല്ലാം അവരുടെ നാടകങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു അന്നാചാണ്ടിയെ പോലെയുള്ള സ്ത്രീകൾ പോലും ആദ്യം നാടകമൊക്കെ കളിക്കാൻ വന്നത്. അതെ. ഇവൻ ഈ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ജഗദീഷ്, അങ്ങനെയുള്ള ഒരു വലിയ പാരമ്പര്യം, അടൂർ ബാസി, പട്ടം സരസ്വതിയമ്മ, അങ്ങനെ ഒരുപാട് പേരുടെ പാരമ്പര്യവും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് അത്തരത്തിലുള്ളൊരു പ്രവർത്തനം, സമൂഹമായിട്ടുള്ള ഒരു ബന്ധവും കൂടെ വെച്ചിട്ടാണ് ഈ ഗ്രന്ഥശാല വളർന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കയറി വരുന്നിടത്ത് തന്നെ ഒരു പഴയ ഷെൽഫിനകത്ത് എൻസൈക്ലോപീഡിയ ഇരിപ്പുണ്ട്, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക. അപ്പോൾ ഇത് ചെയ്യാൻ വന്ന കുട്ടികൾ എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ ഇവിടുത്തെ താളിയോലുകളെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവർ ഈ പുസ്തകം കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, ഇതാണ് ഞങ്ങളുടെ കാലത്തെ വിക്കിപീഡിയ. കാരണം അന്ന് എന്തെങ്കിലും ഒരു വിഷയം, ആർക്കും അറിഞ്ഞൂടാത്ത വിഷയം നോക്കണമെങ്കിൽ അതിൻ്റെ ഏക സ്രോതസ് എന്ന് പറഞ്ഞാൽ ഈ. അപ്പോൾ അതവിടെ ഒരു വലിയ അലമാരി നിറച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഈ ഗ്രന്ഥശാല എന്ന് പറയുന്നത് നമ്മുടെ ഒരു വൈജ്ഞാനിക ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ പ്രദേശത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബീനയ്ക്കറിയാം, ബീന വന്നതുപോലെ KR നാരായണൻ, സുകുമാർ അഴീക്കോട്, അദ്ദേഹം ഈ ലൈബ്രറിക്ക് അത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ കാലം കഴിഞ്ഞു. ഞാനിപ്പം കരുതുന്നത് ആ പഴങ്കഥയൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. യുവതലമുറ ഇതിനകത്ത് വരണം, നമുക്ക് ആഗ്രഹമുണ്ട്. അത് വരണമെങ്കിൽ അതിൽ ഞാൻ പ്രധാനമായിട്ട് കാണുന്നൊരു കാര്യം, ആ സ്പേസ് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ സജ്ജീകരിക്കണം. പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു പുരയ്ക്കകത്തേക്ക് യുവതലമുറ കടന്നു വരില്ല. ഞാനതിനെ വരെ അഭിനന്ദിക്കുന്നു. കാരണം അവർക്ക് നല്ല സൗന്ദര്യബോധം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. എവിടെ പോയാലും അവിടെ ഒരു ആഘോഷത്തിൻ്റെ സ്ഥലമായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരു ഗ്രീൻ റീഡിങ് ക്യൂബിക്കിൾസ്, അതിനകത്ത് ചെടികൾ കാണണം, കളർ വേണം. അവർ എപ്പോഴും ഈ തൂക്കിയിടലുകൾ, ലൈറ്റുകൾ, മറ്റെന്താണ് ഫെയറി ലൈറ്റുകളും വർണ്ണ ലൈറ്റുകളും ഒക്കെ ഇട്ട് ജീവിക്കുന്ന ജനറേഷനാണ്. അവർക്ക് അത് കൊടുക്കുക, അങ്ങനെ ഒരു ഇടം കൊടുക്കുക. നമുക്കും സന്തോഷമാണ്. ഇതിനകത്തൊക്കെ ഇപ്പൊ ചെറിയ ചെറിയ ലൈറ്റുകൾ വരുമ്പോൾ ആണെങ്കിൽ പോലും നമുക്ക് സന്തോഷമാണ്. അവരുടെ ഇടം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ ഇരുന്നാൽ കൊള്ളാമെന്നാണ് തോന്നുന്നത്. അവർ നമ്മളെ ഇരിക്കാനായിട്ട് പിന്നെ സ്വീകരിക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ ആഗ്രഹം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതിനകത്ത് ചെടികൾ ഉണ്ടായിരിക്കുക. പിന്നെ അവർക്ക് ഈ ഭക്ഷണം ഇതിൻ്റെയും കൂടെ കഴിക്കാനുള്ള ഒരു ഇതുണ്ട്. അവർക്ക് ഒരു കഫേ സ്റ്റൈലാണ്. അപ്പോൾ അതിനും നമ്മളുടെ സജ്ജീകരണം ഉണ്ടാക്കുക. ഇവിടെ ഈ ലൈബ്രറി വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും അവർക്കൊരു വളരെ സ്പെഷ്യലായിട്ടുള്ള ചായയും കടിയും ഒക്കെ കൊണ്ട് കൊടുക്കുകയും അതിൽ കൂടി ഇരുന്ന് വായിക്കാൻ നോക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ഥലമായിട്ട് മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ലൈബ്രറിയുടെ ബോർഡ് അതിനുള്ള തീരുമാനം എടുക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു സ്ഥലമായിട്ട് വരുമ്പോൾ ഈ ലൈബ്രറിയിൽ എല്ലാ ലൈബ്രറികളും
ഒരു തുടക്കം. സെലിബ്രേഷൻ അതെ, സ്പേസസ് ലൈബ്രറി അത് നല്ലൊരു കൺസെപ്റ്റാണ്. ലൈബ്രറികൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഘോഷത്തിൻ്റെ സ്ഥലങ്ങളാക്കുക. ഭൗതികമായ പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ കാലത്ത് നമ്മൾ തലച്ചോറ് കൊണ്ട് ജീവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പുതിയ കാലത്തെ കുട്ടികൾ ഹൃദയവും തലച്ചോറും ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ്. നല്ലതല്ലേ? അതാണ് നല്ലത്. അതാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഈ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടാതെ മനുഷ്യനായി മാറാനുള്ള ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ ചിലപ്പോഴൊക്കെ ഈ ബുദ്ധിജീവിയുടെ പേരിൽ നമ്മൾ അരസികരായി പോകും. അരസികരായി എപ്പോഴും നമ്മൾ വളരെ ഭൗതിക കാര്യങ്ങൾ മാത്രം വയ്ക്കുകയും നമുക്കൊരു സൗന്ദര്യബോധം ഇല്ലാതായി പോവുകയും. സൗന്ദര്യബോധം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവനവന് എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത് പോലെ, സന്തോഷം എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത് പോലും നമുക്ക് പഠിക്കാതിരിക്കുകയാണ്. സ്കൂളുകളിൽ പോലും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പം എനിക്കൊരു വലിയ സംശയം എന്ന് വെച്ചാൽ ഇത് ഇത്രയും വലിയൊരു പ്രോജക്റ്റിനുള്ള സാമ്പത്തികം ഇവിടെ നിന്ന് കണ്ടെത്തും. എനിക്ക് ജീവിതത്തിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരിക്കലും കാര്യങ്ങൾ ചെയ്യാൻ സാമ്പത്തികമല്ല പ്രധാനം, മനോഭാവവും പിന്നെ സന്നദ്ധ ഒരു സമൂഹത്തിന് വേണ്ടി ചിന്തിക്കാനുള്ള മനസ്സ്. അല്ല, ആ മനോഭാവമുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരിക. നമ്മളെ സംബന്ധിച്ചിടത്തോളം യങ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ മൂവ്മെന്റിന് നമുക്ക് കിട്ടിയതാണ് ഏറ്റവും ഭയങ്കര. അപ്പോൾ അവര് പല കാര്യങ്ങളും സ്പോൺസർഷിപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പെയിന്റ് ചെയ്യാനും ഫാൻ ഇടാനും ഒരു വലിയ ഹാളിൽ ഒരു ഫാനേ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അത് 3 വലിയ ഫാനുകളാക്കി മാറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ കരുതുന്നു, എനിക്ക് എന്റെ എന്തെങ്കിലും ഒരു തള്ളല്ല ഞാൻ ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കരുതുന്നു എന്തൊക്കെയാണ് നമുക്കിനി ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്നവർക്ക് അത് തരാൻ സന്നദ്ധതയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇതുവഴി ചേർന്ന് പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും എങ്ങനെയാണ് ഇതിനകത്ത് പങ്കാളികളാകാൻ പറ്റും? എനിക്ക് ഒന്ന് ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുന്നത്, ഈ ലൈബ്രറി നിങ്ങൾ മനുഷ്യനെന്നുള്ള നിങ്ങളുടെ സ്പർശം ഈ ലൈബ്രറിക്ക് കൊടുക്കുക. ഈ പുസ്തകങ്ങളിൽ തൊടുക, തഴുകുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന വഴിയാകാം, ഒരു സന്ദർശനം വഴിയാകാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു ദിവസം വന്നാൽ തന്നെ നമ്മൾ പൈസ കൊടുത്താൽ ആ ദിവസത്തേക്കുള്ളതുണ്ട്, ഒരാഴ്ചത്തേക്കുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഒരാഴ്ചത്തേക്ക് എടുത്തിട്ടാണ് വരാറ്. 100 രൂപ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് സന്ദർശകരായിട്ട് വേണമെങ്കിലും വന്ന് കാണാമല്ല. അതിന് പുറമെ നമുക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊച്ചു ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്കും ചെയ്തു തരാൻ സാധിക്കും. ഒരു ചെറിയ റീഡിംഗ് ക്യൂബിക്കിൾ സെറ്റപ്പ് ചെയ്ത് തരിക. അവരുടെ ഇതിൽ ചെടികളുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ചെടികൾ കൊണ്ടുവയ്ക്കാനായിട്ട് സഹായിക്കുക. പിന്നെ ഈ പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്യുന്നതും ഈ കാറ്റലോഗ് ചെയ്യുന്നതൊക്കെ ആർക്ക് വേണോ വന്ന് അതിനകത്ത് ചേരാം. നമ്മൾ മിക്കവാറും എല്ലാം ഞായറാഴ്ചയും ഈ പ്രവർത്തനം നടത്തുകയാണ്. ഞായറാഴ്ച ഏത് സമയം? രാവിലെ ഒരു 9:30 മണിക്ക് ഇവിടെ വന്നാൽ ഇവിടെ കുറച്ച് പണിയിൽ പങ്കാളിയാകാം. ഒന്നും വേണ്ട, അവിടെ നമ്മൾ പറയില്ലേ ഈ കല്യാണത്തിനൊക്കെ നമ്മൾ കയ്യാളായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ, സദ്യ വിളമ്പുന്ന. അതുപോലെ ഇവിടെ വന്ന് നിന്ന് ഈ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുക, ഇതിനൊരു ഒരുമ കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാവുന്നവർക്ക് ഈ റീഡിംഗ് ക്യൂബിക്കിൾസ്, ഇതിനകത്തൊരു ചെറിയ ഡിസ്കഷൻ. ഈ പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതിനുള്ള സാമ്പത്തികമൊക്കെ ആയിക്കഴിഞ്ഞോ? ഇല്ല, അതിനും നമുക്ക് ആരെങ്കിലും സഹായം തരാമെങ്കിൽ. നമ്മൾ വിചാരിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒട്ടിക്കുന്ന കവേഴ്സ് കുറേ പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ ഈ വിദ്യാർത്ഥികളെ കൊണ്ട് അത് ഇതിൽ ഒട്ടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വലിയ തുകകളല്ല, അതിനെല്ലാം സംഭാവന കിട്ടുമെങ്കിൽ നമുക്ക് ആരെങ്കിലും സഹായം ചെയ്യുമെങ്കിൽ വളരെ സന്തോഷമാണ്. പൈസ തരുന്നതിന് ഒരു കവർ പ്രിന്റ് ചെയ്ത് നമുക്ക് തന്നാൽ മതി, ഞങ്ങൾ ഒട്ടിച്ചു കുറേ ഒരു 100-100 കവർ തരുന്നു ആളുകൾ, ഒരാൾ അങ്ങനെ. ഓക്കെ. പിന്നെ വേറെ എന്താണ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലുള്ള സങ്കല്പം എന്താണ് വേറെ? അല്ല, എനിക്ക് തോന്നുന്നു ഈ മഞ്ചൂർ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ലൈബ്രറി ചിലർ തിരിഞ്ഞു നോക്കിയാൽ കാണുമായിരിക്കാം. പക്ഷേ ഇതൊരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ഇപ്പം തന്നെ ആണ്. അതിനെ കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ പുതിയ കാലത്തിന്റെ എന്താണ് ആ സംവേദനങ്ങളും കൂടി ഇങ്ങോട്ട് വരാൻ കഴിയണം. നമ്മുടെ പഴയ നാടകം എന്ന് പറയുന്ന പോലെ തന്നെ പുതിയ കാലത്തെ നാടകങ്ങൾ, അതിനുള്ള സ്റ്റേജ് കൊടുക്കാൻ പറ്റുമോ നമുക്കിപ്പം? പലപ്പോഴും പുസ്തക ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ടാവും. അവിടെയൊക്കെ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ലാതെ നമുക്ക് ഇലഞ്ഞി മരമുണ്ട്, മനോഹരമായിട്ടുള്ളൊരു മരമാണ്. ഞാൻ നമ്മുടെ ട്രീ വാക്കിൽ അനിതയെടുത്ത് പറഞ്ഞു, അതിനെക്കുറിച്ചൊരു കാവ്യാത്മകമായ ഒരു സാധനം എഴുതി തരാൻ പറഞ്ഞു. അതിന്റെ ചുവട് തന്നെ പൊതു ഇടമാണ് ഇലഞ്ഞിത്തറ. അപ്പോൾ അവിടെ നമുക്ക് ചെറിയ ചർച്ചകൾ നടത്താനുള്ള ഇടങ്ങളായിട്ട് മാറ്റി. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മളുടെ തലമുറയ്ക്ക് തന്നെ ഏറ്റവും ആവശ്യം സംവദിക്കാനുള്ള ഇടങ്ങളാണ്. നമ്മൾ വീടുകളിൽ വൈകുന്നേരം ഒന്ന് പുറത്തു പോയി സംവദിക്കുക, അതിനുമായുള്ള ബന്ധം ഉണ്ടാകുക എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങളാണ് ഏറ്റവും അതാവുന്നത്. എല്ലാവരും മൊബൈലിനകത്ത് ഒതുങ്ങിപ്പോകുന്നൊരു കാലത്താണ്. ഞാൻ പലപ്പോഴും വിചാരിക്കും, പണ്ട് നമ്മൾ ഈവനിങ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, MA ഒക്കെ. അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാം മക്കളൊക്കെ മിക്കവാറും വിദേശത്താണ്, അല്ലെങ്കിൽ ദൂരെയാണ്, അവർക്ക് സമയമില്ല. ഈ വീട്ടിലിരിക്കുന്ന വയസ്സായവർക്ക് കൃത്യം 5 മണിക്ക് ഒരിടത്ത് പോകാനിടമുണ്ട് എന്ന് പറയുന്നത് പോലെ പഠനത്തിനാണെങ്കിൽ ആളുകൾ പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇപ്പോൾ ഇതിവിടെ ഇരിക്കുന്ന പുസ്തകങ്ങൾ വെച്ച് തന്നെ നമുക്ക് പുതിയ ലേഖനങ്ങൾ, അത്തരം ചെറിയ ചെറിയ കൂട്ടായ്മകൾ, ഒരു അല്പം ബൗദ്ധികവും അല്പം മനുഷ്യത്വപരവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഇടമായിട്ട് മാറുമ്പോഴേ ഈ പുസ്തകങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ജീവൻ വയ്ക്കും. പ്രധാനപ്പെട്ട കാര്യം പുസ്തകങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് മനുഷ്യനും ഉണ്ടാവുമല്ലോ, ആഹ്ലാദവും സംതൃപ്തിയും അവരും എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് വരും. വേറെ എന്തൊക്കെയാണ് ഇതിനെ പ്രതി അല്ലെങ്കിൽ ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട്
നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ഇതിനെ അത് മനോഹരമാക്കി കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും ഇവിടെ വരുന്ന ആൾക്കാർക്കും ഇതിൻ്റെ ഗവേണിംഗ് ബോർഡ് മെമ്പേഴ്സിനും സെക്രട്ടറിക്കും ഒക്കെ അവർക്ക് തന്നെ പുതിയ ആശയങ്ങൾ തോന്നാനുള്ള ഒരു നിലമൊരുക്കുക എന്നുള്ളതാണ്. പിന്നീട് അവർക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാക്കുമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള താല്പര്യം അടിസ്ഥാനപരമായിട്ട് ഇതിനകത്തൊരു ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് നടക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കതിനൊരു അവസരം തന്നതിന് ഞാൻ ശ്രീ വായനശാല കേശവപിള്ളയുടെ പുത്രനാണ് ഇപ്പോൾ അതിൻ്റെ സെക്രട്ടറി. എനിക്ക് തോന്നുന്നു അങ്ങേക്ക് അറിയായിരിക്കും, ഈ കേൾക്കുന്നവർക്ക് വളരെ കൗതുകരമായൊരു കാര്യം, വായനശാല കേശവപിള്ളയുടെ 15ാമത്തെ പുത്രനാണ് ഇപ്പോഴത്തെ സെക്രട്ടറി. അദ്ദേഹത്തിന് 16 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ പ്രദേശത്തെ ഒരു പ്രമുഖ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ. അപ്പോൾ നമുക്ക് അവരെ കുടുംബമായിട്ട് അറിയാം. ആക്ച്വലി ലൈബ്രറി അച്ഛനുള്ള സമയത്ത് തന്നെ ഇത് അന്ന് ഈ ലൈബ്രറി അവരുടെ ഫണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ അത് നിർത്തി. പിന്നെ എന്താ വെച്ചോ ഗവൺമെൻറ്റിനൊക്കെ അവരുടെ ഒരുപാട് പോളിസിയൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുപോകണം. പിന്നെ അവരുടെ റൂൾസ്, പിന്നെ അതുമല്ല പിന്നെ ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഇതൊക്കെ വന്നപ്പോൾ അച്ഛൻ അത് വേണ്ടാന്ന് പറഞ്ഞു. അച്ഛൻ തന്നെ അത് നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. പിന്നെ എല്ലാ വർഷവും ഒരു നാടകമുണ്ട്. അതെ, അത് വളരെ പ്രശസ്തമായ ഒരു അമച്ചർ നാടകം. ജസ്റ്റിസ് അന്ന ചാണ്ടിയാണ് ഫസ്റ്റ് ലേഡി. അത് അച്ഛൻ വീട്ടിൽ പോയി, അവരുടെ വീട്ടിൽ പോയി പറഞ്ഞപ്പോഴാണ് മാഡത്തിൻ്റെ ജസ്റ്റിസിൻ്റെ അച്ഛൻ എഗ്രി ചെയ്ത്. അതിന് മുമ്പേ KV നീലകണ്ഠപിള്ള മാമനാണ് ഈ പെണ്ണുങ്ങളുടെ വേഷമൊക്കെ കിട്ടുന്നത്, ആർട്ടിസ്റ്റ്. എന്താണ് പ്രധാനപ്പെട്ട മാനുസ്ക്രിപ്റ്റിൽ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. മാനുസ്ക്രിപ്റ്റ് തന്നെ ആദ്യം തന്നെ വളരെ ഇതായിരുന്നു. അത് ഇങ്ങനെ ഒരു വല്ലാത്ത കണ്ടീഷനിൽ കിടക്കായിരുന്നു. കാര്യവട്ടം അവിടെ ഇതിന് പ്രൊഫസേഴ്സും 5-6 സ്റ്റുഡൻസും വന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, അത് വൃത്തിയാക്കി. അപ്പോൾ അദ്ദേഹം ശ്രീകുമാർ ഇതിന് എല്ലാ സഹകരണവും തരികയും സ്വാതന്ത്ര്യം തരികയും നമ്മളെ വിശ്വാസത്തിൽ എടുക്കുന്നു. ഒരു എന്താണ് ചരിത്ര സ്മാരകങ്ങളാണല്ലോ തിരുവനന്തപുരത്തിൻ്റെ ഒരു, അത് ശരിക്കും വളരെ അത്യാവശ്യവുമായിരുന്നു ഇങ്ങനെ ഒരെണ്ണം നമ്മൾ റിന്യൂ ചെയ്ത് എടുക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ ഇതിൻ്റെ പുറകിലുള്ള എൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യം കൂടെ പറയാം. ഞാൻ ഈ ലൈബ്രറിയിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് എടുത്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ പഴയ കാറ്റലോഗ് 1952 പ്രസിദ്ധീകരിച്ച കാറ്റലോഗ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഞാനത് വളരെ പണ്ട് തന്നെ നോക്കി അതിൽ നിന്ന് എനിക്ക് വായിക്കാനുള്ള 300 പുസ്തകങ്ങൾ വായിച്ചേ തീരൂ 300 പുസ്തകം കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത ഉടനെ ഇവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഈ ലിസ്റ്റ് കൊടുത്തു. എനിക്ക് ഇന്ന് വരെ ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ സ്വാർത്ഥ താല്പര്യം ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇത് സെർച്ച് ചെയ്ത് ആ 300 പുസ്തകവും ലൊക്കേറ്റ് ചെയ്ത് അത് വായിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ. അതൊരു തെറ്റായ താല്പര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജേർണലിസം പഠിക്കുമ്പോഴുള്ള തീസീസിന് വേണ്ടിയിട്ട്, ഡെസർട്ടേഷന് വേണ്ടിയിട്ട് അതും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടാണ്. കൗമുദി ബാലകൃഷ്ണനും പിന്നെ കൗമുദി മാസികയും മലയാള പത്രപ്രവർത്തനം നൽകിയ സംഭാവനകൾ എന്ന് പഠിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അന്ന് ഇവിടെ നിന്ന് എനിക്ക് കൗമുദിയുടെ പഴയ ലക്കങ്ങൾ കിട്ടി. അപ്പോൾ അതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് താങ്കൾ K. ബാലകൃഷ്ണൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ നൊസ്റ്റാൾജിക്കാണ്. കാരണം എൻ്റെ അച്ഛൻ വളരെ വൈജ്ഞാനികമായി അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ വായിക്കുകയും വളരെ ഒരു പൊതു ജീവിതം ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഒരാളല്ല. അദ്ദേഹം ഇങ്ങനെ വളരെ ഒതുങ്ങി നടന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് റിട്ടയറൊക്കെ ചെയ്ത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് സമയം സംസാരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലായി അതിന് ഏറ്റവും ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്ത ആൾ K. ബാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇപ്പം AG's ഓഫീസ് കിടക്കുന്നിടത്ത് ലോ കോളേജ്, അതിൻ്റെ ജനലിൽ കയറി നിന്ന് ഇദ്ദേഹം സംസാരിക്കുമായിരുന്നു. ആ സംസാരിക്കുന്ന കേൾക്കാൻ അച്ഛനോടൊപ്പം നിൽക്കുമായിരുന്നു. അച്ഛൻ അങ്ങനെ ഒരു പ്രകടനപരമായ രാഷ്ട്രീയമൊന്നുള്ള ആളല്ല. പക്ഷേ ഇദ്ദേഹമായിരുന്നു ഇൻസ്പിറേഷൻ. എന്ന് മാത്രമല്ല അച്ഛൻ പറയുമായിരുന്നു, കൊന്നിയൂർ മീനാക്ഷിയമ്മ ടീച്ചർ യൂണിവേഴ്സിറ്റി കോളേജിലെ, അവർ പറയുമായിരുന്നു മലയാളം പഠിപ്പിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, അത് K. ബാലകൃഷ്ണൻ എഴുതണമെങ്കിൽ K. ബാലകൃഷ്ണൻ പോലെ എഴുതണം, പറയുമായിരുന്നു. ഇംഗ്ലീഷിലും എഴുതുന്ന പ്രഭാഷണം തന്നെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം വരുന്നത്. അപ്പോഴും ശരിക്കും ഇവിടെ പഴയ ലക്കങ്ങൾ, ആദ്യ ലക്കങ്ങൾ എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്, കൗമുദി. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വരുമ്പം മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു പഠനവും കാണാറില്ല, കണ്ടിട്ടുമില്ല. അപ്പം ഞാൻ അങ്ങനെ വരുമ്പോൾ ആദ്യം കേരളീ സുഗുണബോധിനി എന്ന് പറഞ്ഞ 1887 പ്രസിദ്ധീകരിച്ച ആ മാസികയുടെ ആദ്യ ലക്കവും ആദ്യകാല ലക്കങ്ങൾ ഞാനും അത് തിരഞ്ഞെടുത്തിട്ടുള്ള ആളാണ്. കാരണം ആദ്യ ലക്കങ്ങൾ അവൈലബിൾ അല്ല. അത് രണ്ടാമത്തത് 1892 പുനഃപ്രസിദ്ധീകരിച്ചതിന് ശേഷം ഉള്ളത് ഇവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് ഒരു സ്വാതിരുന്നാളിൻ്റെ കീർത്തനങ്ങൾ നൊട്ടേറ്റ് ചെയ്ത് അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് 1880 അടുപ്പിച്ചാണ്.
അപ്പോൾ അതൊരു അപൂർവ രേഖയാണ്. അത് പക്ഷേ ഞാൻ പരിശോധിച്ചിട്ട് ഇവിടുന്ന് എനിക്ക് കിട്ടാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഇതെല്ലാം അല്ല, അത് അവൈലബിൾ അല്ല. ആദ്യത്തെ പതിപ്പ് കേരള സിലബസിന് അവൈലബിൾ. ശാരദ, ലക്ഷ്മിബായി എന്നൊക്കെ പറയുന്ന മാസികകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതെല്ലാം വരുന്ന തലമുറകളും ഇതൊക്കെ തേടി വരുമല്ലോ. അപ്പം നമ്മളെയൊക്കെ പോലെ ഓരോരുത്തരായിരിക്കും ഇത് തേടാൻ നടക്കുന്നത്. ഇത് കേൾക്കുന്ന ചെറുപ്പക്കാർ അറിയേണ്ട കാര്യം ഞാൻ ചോദിക്കുന്നത്, ഏത് ഇൻ്റർനെറ്റ് വന്നാലും ഈ ഗ്രേ ലിറ്ററേച്ചർ എന്ന് പറയുന്ന സാധനങ്ങൾ അതാത് ലോക്കൽ ലൈബ്രറിയിൽ കാണും. ലൈബ്രറികൾ ഇപ്പോൾ ഉദാഹരണത്തിന് യൂണിവേഴ്സിറ്റി കോളേജിലെ അലുമിനി അസോസിയേഷൻ്റെ, തിരുവനന്തപുരത്തുള്ള അലുമിനി അസോസിയേഷൻ്റെ മാസിക, അത് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് കാണാൻ കിട്ടില്ല. കാരണം അത് അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടുന്നതല്ല. ആരോ കൊണ്ടിവിടെ കൊടുത്തുകൊണ്ട് ഇവിടെ ഉണ്ട്. അതെ അതെ, അതൊരു ഒരു ഫോർമൽ പ്രസിദ്ധീകരണമേ അല്ല. അപ്പോൾ അത്തരത്തിലുള്ള വളരെ അപൂർവ രേഖകൾ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ വേറൊരു വലിയ സ്വപ്നവും നമുക്ക് കാണാം. ഇതിനകത്തെ അപൂർവ ഗ്രന്ഥങ്ങൾ ഡിജിറ്റൈസ് ചെയ്തും സൂക്ഷിക്കപ്പെടട്ടെ. അപ്പം ഏതായാലും വലിയ മഹത്തായ ഒരു കർമ്മത്തിൽ നടക്കുന്ന നാളുകളിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വാഗ്ദാനം ചെയ്യുകയാണ്. ഞാൻ വളരെ സന്തോഷത്തോടുള്ള ഒരു പ്രവർത്തനമായിട്ട് മാത്രമേ ഇതിനെ കരുതിയിട്ടുള്ളൂ. നമുക്കല്ല, ഞങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് വരാനുള്ള ഒരിടം സൃഷ്ടിക്കുന്നു എന്നുള്ളതിൽ പിള്ളേർക്ക് അടുത്ത ജനറേഷൻ. അപ്പോൾ ബീനെ പോലെ ഒരു പുസ്തക പ്രേമി, ബീന കണ്ട റഷ്യ എഴുതിയ ചെറുപ്പത്തിൽ എഴുതിയ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ ഈ ലൈബ്രറിയെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നു എന്നുള്ളത് ലൈബ്രറിക്ക് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. അത് നമ്മുടെ തന്നെ ഇപ്പം എൻ്റെ ബീനണ്ട റഷ്യ പബ്ലിഷ് ചെയ്തിട്ട് 45 വർഷമായി. ഈ 45 വർഷങ്ങളിൽ നമ്മളുടെ എഴുത്തിനെ സ്വാധീനിച്ച ചില ഇടങ്ങളാണല്ലോ. ആ ഇടങ്ങളോടുള്ള സ്നേഹം കൊണ്ടും കൂടിയാണ് ഞാൻ വന്നത്. എൻ്റെ ഒരു പേഴ്സണൽ റഷ്യൻ പുസ്തകങ്ങൾ ഇവിടെ ഒരുപാട് ഈ റഷ്യയെ കുറിച്ചിട്ടുള്ള മലയാളത്തിലുള്ള പഴയ റഷ്യൻ ഇതുണ്ടോ? പഴയ റഷ്യൻ പുസ്തകങ്ങൾ നമ്മളെ കുട്ടിക്കാലം നമ്മൾ ഉണ്ട്. മിർ പബ്ലിഷേഴ്സിന്റെ ഉണ്ട്, നമ്മുടെ ഇവിടെ തർജ്ജമ രാധുക പബ്ലിക്കേഷൻസ് അവരുടെ ഉണ്ട്, മലയാളത്തിൽ ഇറക്കിയുണ്ട്. പ്രഭാത് ബുക്ക് ഹൗസിന്റെ ഇവിടെ പുസ്തകം ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഇത് കഴിയുമ്പോൾ ഈ ശേഖരങ്ങളൊക്കെ വെളിച്ചത്ത് വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു.